ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും റംബൂട്ടാൻ പൂക്കാലം. കരുത്തുറ്റ അഗ്രശാഖകളിൽ ഉണ്ടാകുന്ന പൂങ്കുലകൾ വികാസം പ്രാപിച്ച് പൂക്കൾ വിടരാൻ മണ്ണിൽ നല്ല തോതിൽ ജലാംശം വേണം. പരാഗണം നടന്ന കായ്കൾ തിരിഞ്ഞു വരാൻ ഏകദേശം 3 ആഴ്ചകൾ വേണ്ടിവരും. രൂപപ്പെട്ടു വരുന്ന കുറേ കായ്കൾ പല സമയങ്ങളിലായി പൊഴിഞ്ഞു പോകുന്നത് സാധാരണ പ്രതിഭാസമാണ്. എന്നാൽ അമിതമായ പൊഴിച്ചിൽ തടയുവാനും ഗുണമേന്മയുള്ള പഴങ്ങൾ ലഭിക്കുവാനുമായി ചില മാർഗങ്ങൾ അവലംബിക്കാം. പൂക്കൾ വിരിയുന്നതിന് തൊട്ടു മുൻപായി തന്നെ ചെറിയ മരങ്ങൾക്ക് 25 ഗ്രാമും വലിയ മരങ്ങൾക്ക് 50 ഗ്രാമും ബോറോൺ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കായ്കൾ പയർമണിയുടെ വലിപ്പമാകുമ്പോൾ 3 ആഴ്ച ഇടവേളകളിൽ സ്യൂഡോമോണാസ് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യുന്നത് ഗുണം ചെയ്യും. രോഗകാരികളായ സൂക്ഷ്മജീവികളെ സ്യൂഡോമോണാസ് നശിപ്പിക്കുന്നതോടൊപ്പം സസ്യജന്യ ഹോർമോണുകളെ കായ്കൾക്ക് ലഭ്യമാക്കുന്നത് മൂലം പഴങ്ങളുടെ ഗുണമേന്മ വർദ്ധിക്കാൻ ഇടയാകും. വെള്ളത്തിൽ ലയിക്കുന്ന സൾഫർ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യുന്നത് കാപൊഴിച്ചിലിനെ നിയന്ത്രിക്കും. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 3 ആഴ്ച കൂടുമ്പോൾ 7 ദിവസത്തെ ഇടവേളകളിൽ തളിക്കുന്നതും ഫലപ്രദമാണെന്ന് കണ്ടുവരുന്നു. പരാഗണം നടന്ന് 4-5 മാസങ്ങൾക്കുള്ളിൽ റംബൂട്ടാൻ പഴങ്ങൾ വിളവെടുക്കാം. N18 പോലുള്ള ചുവപ്പിനങ്ങളുടെ കായ്കൾ പച്ച നിറത്തിൽ നിന്നും ആദ്യം ഇളം മഞ്ഞ നിറത്തിലും പാകമാകുമ്പോൾ കടും ചുവപ്പ് നിറത്തിലും കാണപ്പെടും. പക്ഷികളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പഴങ്ങൾ മഞ്ഞ നിറമാകുന്ന മുറയ്ക്ക് മരങ്ങൾ വലയിട്ട് സൂക്ഷിക്കണം. വലയിടിൽ സുഗമമാകേണ്ടതിന് മരങ്ങൾ ഉയരം കുറച്ച് പടർത്തി വളർത്തേണ്ടത് ആവശ്യമാണ്. പഴങ്ങളുടെ പുറന്തോടിന് പുറമെ രോമങ്ങളും കടും ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന സമയത്താണ് വിളവെടുക്കേണ്ടത്. പാകമാകുന്ന മുറയ്ക്ക് ഘട്ടങ്ങളായി വിളവെടുക്കാം. അവസാന ഘട്ട വിളവെടുപ്പിനോടൊപ്പം തന്നെ കൊമ്പുകോതലും നടത്തുന്നതിനായി വിളവെടുത്ത ശിഖരങ്ങളുടെ അഗ്രഭാഗത്തു നിന്ന് അരയടിയോളം താഴ്ത്തി മുറിച്ച് നീക്കിയാൽ മതി. ഇപ്രകാരം ശാഖകളെ കൂടുതൽ കരുത്തോടെ വളർത്തി തുടർന്നുള്ള സീസണിൽ പൂപിടുത്തത്തിന് സജ്ജമാക്കി നല്ല വിളവിന് വഴിയൊരുക്കാം. Homegrown Biotech, exotic fruits, exciting future.